ഇതൊരു നാട്ടിലുണ്ടാവാൻ പാടില്ല. അത്രക്ക് മാരകമായ ആയുധമാണിത്. ഈ സംഗതി ഉള്ള ആളുകൾ സംഘടിച്ച് ഇനി വേറെ ആരും അത് ഉണ്ടാക്കാൻ പാടില്ലെന്ന് തിട്ടൂരമിറക്കുന്നു. എന്നാലും അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇറാൻ ഇതിന്റെ മുന്നേ അങ്ങനെ ഒരു ഈ ആണവ വിരുദ്ധമായ കരാറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ഒബാമയുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, ബറാക് ഒബാമയുമായി. പക്ഷെ വലിയൊരു കച്ചവടക്കാരനാവുന്ന ട്രംപ് ഇതിന്റെ മുന്നേ അമേരിക്കയിൽ ഭരണത്തിലേറിയപ്പോ ഏകപക്ഷീയമായി ആ അണുവായുധ നിർമ്മാണ വിരുദ്ധ കരാറിൽ നിന്ന് അയാൾ പിൻവാങ്ങി. എന്തിനാണ്? ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്ന അന്വേഷണ സംഘത്തെ പലപ്പോഴും ഇറാനിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ എല്ലാ ആയുധ ഇടങ്ങളും അവർക്ക് പരിശോധിക്കാൻ സമ്മതം കൊടുക്കുകയും അതൊക്കെ പരിശോധിച്ച് സത്യസന്ധമായി ഇറാൻ ഇപ്പം ആ യുറേനിയത്തിന്റെ പരിപാടിയിൽ ഇല്ലെന്ന് UN സംഘം, സമാധാന സംഘമൊക്കെ പല ആവർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ പോയാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇറാനിനെ നശിപ്പിക്കാൻ പറ്റില്ലെന്ന് ഈ അമേരിക്കക്കറിയാം. അതുകൊണ്ട് ഭൂലോക കച്ചവടക്കാരനാകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒബാമ സംഘടിപ്പിച്ച ആ അണുവായുധ വിരുദ്ധ കരാറിൽ നിന്ന് പിന്മാറുന്നു. എന്നിട്ട് അദ്ദേഹം ഈ അണുവായുധം സമ്പുഷ്ടീകരണം ഇറാനിൽ നടക്കുന്നു എന്ന് പതിയെ പ്രചരിപ്പിച്ചു തുടങ്ങുന്നു. ഏറ്റവും ലാസ്റ്റ് ഒമാനിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു ചർച്ച നടക്കുകയാണ്. എന്തിന്? നിരായുധീകരണത്തിന്. മാരകമെന്ന് അവർ പറയുന്ന ആയുധങ്ങളൊന്നും ഇനി ഇറാൻ സംഘടിപ്പിക്കാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല. ഒന്ന്, അണുവായുധം പോകട്ടെ, വൈദ്യുതി ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടിപ്പോലും യുറേനിയൻ സമ്പുഷ്ടീകരണം അവർ നടത്താൻ പാടില്ല. ഈ കരാറ് വളരെ പെട്ടെന്ന് ഒപ്പുവെക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ, അവർക്ക് അനുകൂലമായ രീതിയിൽ കരാർ എഴുതി നിർമ്മിച്ച് അമേരിക്കക്കാരൻ ഇറാനോ വെല്ലുവിളിക്കാണ്, വേഗം വന്ന് ഒപ്പിട്ടോളൂ. 5 വട്ടം ഒമാനിന്റെ നേതൃത്വത്തിൽ സംബന്ധമായ ചർച്ച വന്നു. തീർത്തും ഏകപക്ഷീയമായ കരാർ അടിച്ചേൽപ്പിക്കുന്നത് ഒരു രാഷ്ട്രവും സമ്മതിക്കില്ല, ഇറാനും അത് സമ്മതിച്ചില്ല. 6ാം വട്ടം അത് സംബന്ധമായ ചർച്ച നടക്കാനിരിക്കുമ്പോൾ അത് ഏകദേശം പാസ്സാവുമെന്നും ഇറാൻ ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്നും ഉറപ്പെത്തിയ ഒരു സന്ദർഭത്തിൽ അമേരിക്കയുടെ വിലക്ക് പോലും മാനിക്കാതെ ഇറാനിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒരു പ്രകോപനവുമില്ലാതെ ബോംബിംഗ് നടത്തുന്നു, മിസൈൽ ആക്രമണം നടത്തുന്നു. ഇതെന്തിനാണ്? ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്മാറി എന്ന് പറഞ്ഞാൽ ആ നാടിനെ നശിപ്പിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 6ാം വട്ട ചർച്ച നടക്കരുത്. ഈ ഒരു കരാറിൽ അമേരിക്കയോടൊപ്പം ഇറാൻ ഒപ്പുവെക്കരുത്. ഇതില്ലാതാക്കാൻ വേണ്ടി യാതൊരു പ്രകോപനവുമില്ലാതെ അവരുടെ അഭിമാന കേന്ദ്രങ്ങളിൽ ഇവർ മിസൈൽ പതിപ്പിക്കുന്നു. സ്വാഭാവികമായും അവർ തിരിച്ചും മിസൈൽ വിടുന്നു. പശ്ചിമേഷ്യ അശാന്തമായിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ടോട്ടൽ പരിശോധിച്ചാൽ ഞങ്ങളെ നാട്ടുകാർ സമ്പൂർണമായി സുരക്ഷിതരാണെന്നും ഒരാളെയും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങളെ ഇസ്രായേലിൽ സാധ്യമല്ലെന്നും ജനങ്ങൾ മുതൽ ഭരണാധികാരികൾ വരെയും തെറ്റിദ്ധരിച്ചിരുന്നു. അവരുടെ ആ ധാരണയെ സമ്പൂർണമായി തിരുത്താനും ടെലവീവിന്റെ ചിത്രം കാണാനുണ്ട്. ഇപ്പോൾ അവരവരുടെ നാട്ടുകാർക്ക് നിർദ്ദേശം കഠിനമായി നൽകി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ബോംബിംഗ് വഴിയുള്ള ഈ നാശങ്ങളോ വീഡിയോ പിടിക്കരുത്, ഫോട്ടോ പിടിക്കരുതെന്ന്. എന്നാലും പുറത്തു വന്ന കുറച്ച് ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ടെലവീവൊക്കെ തകർന്ന് കിടക്കുകയാണ്. എത്രയാൾ മരിച്ചു എന്നതിന്റെ കണക്ക് പുറത്തു വരുന്നില്ല. 15 മരണം അവർ സമ്മതിക്കുന്നുണ്ട്. 200-ലധികം ആളുകൾ ആശുപത്രിയിലായിട്ടുണ്ട്. അവരുടെ ഭരണകൂടം എല്ലാവരും ഈ ബങ്കറിൽ പോയി ഒളിച്ചു നിന്നോളൂ, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്മശാനമുഖത തളം കെട്ടി നിൽക്കുന്നു ഇസ്രായേലിൽ. ആരും ആരെയും അറിയുന്നില്ല, ആരും പുറത്തിറങ്ങുന്നില്ല. പേടിച്ച് ഓരോ നിമിഷവും അരണ്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യരും, ഭരണാധികാരും മന്ത്രിമാരും. പ്രധാനമന്ത്രി അവിടെ ഇല്ലെന്നാണ് കേൾക്കുന്നത്. അയാൾ ഗ്രീസിന്റെ തലസ്ഥാനമാകുന്ന എഥൻസിലേക്ക് രക്ഷപ്പെട്ടു എന്ന്. ഓരോ മനുഷ്യരും ഭയപ്പെട്ട് ജീവിക്കുന്നു, നിന്ദ്യമായി ജീവിക്കുന്നു. ദുരിബത്ത് അലൈഹിമുൽ, ജൂതന്മാർക്ക് മുകളിൽ നിന്ദ്യത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന ഖുർആനിന്റെ വചനം നമുക്ക് നേർക്കുനേർ കാണാനാകുന്നു. ഓരോ ജൂതനും ഭയന്ന് നിന്ദ്യതയോടുകൂടെ ഏതോ ഒരു മടയിൽ ഇങ്ങനെ ഒളിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ആയുധ കച്ചവടമാണ്. അവരുടെ ആയുധങ്ങൾ പലസ്തീനിന് മുകളിൽ ചെരിഞ്ഞു തന്നെയും വലിയ ഒരു ശതമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിവിധ രീതികളിൽ നിന്ന് അവരെ നാട്ടിലേക്ക് വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ ആൻഡോം പോലെയുള്ള വലിയ ചെലവ് വരുന്ന ഉപകരണങ്ങളെ ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായി കുത്തുപാളെടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാനം കൃഷിയാണ്. ഒരു വർഷത്തിലേറെയായി ജനങ്ങൾ കലപ്പ പിടിച്ചിട്ട്
കൃഷി നടന്നിട്ട് വ്യാപകമായ രീതിയിൽ വ്യവസ്ഥാപിതവും വ്യാവസായികവുമായ രീതിയിൽ അത് ജോർദാനിലേക്ക് കൊണ്ടുപോയി മേഡ് ഇൻ ജോർദാൻ എന്ന് പറഞ്ഞ അറബി നാടുകളിലേക്ക് കയറ്റിവിട്ടാണ് അവർ ധാരാളമായി പണം സ്വരൂകൂട്ടുന്നത്. അതിൻ്റെ മാർഗം സമ്പൂർണ്ണമായി അടഞ്ഞുപോയിരിക്കുന്നു. നിന്ദതയുടെ മേൽ നിന്ദ്യമായി ശ്മശാന മൂകതയോടുകൂടെ ടെല്ലവീവും മറ്റു പട്ടണങ്ങളും തകർന്ന് തരിപ്പണായി കിടക്കുന്നു. അവിടെ ചില ഈ തുറമുഖ രാജ്യങ്ങൾ 100% ഇല്ലാതെയായെന്ന് റിപ്പോർട്ട് വരുന്നു. ഗസയിലെ കുഞ്ഞുമക്കൾ അനുഭവിച്ച വേദനയും കരച്ചിലും ഓടലും പട്ടിണിയും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേലും അവിടെയുള്ള ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കതിൽ ഒരു സന്തോഷമില്ല, അത് പറ കാര്യം. മനുഷ്യർ എവിടെയും പീഡിപ്പിക്കാൻ പാടില്ല, മനുഷ്യരെവിടെയും വിഷമത്തിലേക്ക് പോകാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല, കുഞ്ഞുമക്കളും സ്ത്രീജനങ്ങളും ഒരർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പക്ഷേ അത് ലോകത്ത് മൊത്തം നടന്ന് വിതരണം ചെയ്യുന്നവർ അതൊന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ലോകത്ത് നിന്ന് നിലനിൽക്കുന്നു. പലസ്തീൻ മക്കൾ തെരുവിലേക്ക് പ്രകടനവുമായി പുറത്തിറങ്ങുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ന്യായം പറഞ്ഞുണ്ടാക്കുക. അവർ തീരുമാനിക്കണം ഞങ്ങൾ 4-5 രാജ്യങ്ങൾക്ക് മാത്രമേ അണ്വായുധം പാടുള്ളൂ എന്ന്. ആരാണ് അതിന് അവർക്ക് അധികാരം നൽകിയത്? ആയിരക്കണക്കിന് അണുവായുധങ്ങൾ നിർമ്മിച്ചു വെച്ചാണ് വൈദ്യുതി ആവശ്യങ്ങൾക്ക് പോലും ഇറാൻ ഭരണകൂടം യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ലെന്ന് അവർ തിട്ടൂരം വെക്കുന്നത്. ആദ്യമേ തീരുമാനിക്കുകയാണ് ഇറാന്റെ കയ്യിൽ അത്ര മാരകമായ വെപ്പൺസ് വരാൻ പാടില്ല, അവർ മോശപ്പെട്ടവരാണ്. സദ്ദാം ഹുസൈൻ ധീരമായി ഭരിച്ചൊരു രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഇറാഖ് അഭിവൃദ്ധിയിലേക്ക് പോയിരുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ പാട്രിയറ്റിനെയൊക്കെ തകർക്കുന്ന ആയുധങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ എങ്ങനെയാണ് കൊന്നുകളഞ്ഞത്? എത്ര നീതിയോടുകൂടെയാണ് അവർ കൊന്നുകളഞ്ഞതെന്ന് ആലോചിക്കണ്ടേ? നീതിയുടെ ഒരു അംശം പോലും, ഒരു ചെറിയ ശതമാനം പോലും തൊട്ട് തീണ്ടാതെ ഒരു പരമാധികാര രാജ്യത്തെ ഇല്ലാതെയാക്കി. എന്നിട്ട് ക്ലസ്റ്റർ ബോംബുകൾ കാരണം ആ ഇറാഖ് എന്ന നാട് ജീവിതയോഗ്യം പോലും അല്ലാതായി മാറി പലയിടങ്ങളും. ആ മനുഷ്യനെ പിടികൂടി ലോക മുസ്ലിങ്ങളെ മൊത്തം അപമാനിക്കാൻ വേണ്ടി ഒരു വലിയ പെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ഷേളിവാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, പണ്ടൊരു DGP അവരെ വിളിച്ചു അത്രേ. ഒരു കിണറിൽ ആത്മഹത്യ നടന്നു. കിണറിന്റെ ആ കപ്പി കെട്ടുന്ന ബാറിൽ തൂങ്ങി ഒരു സഹോദരി മരണപ്പെട്ടു. പക്ഷേ അവരുടെ ബോഡി കിണറിൽ 2 കഷ്ണമായിട്ട് വീണുപോയി. തല ഒരു വശത്തും അവരുടെ ഈ മറ്റു ഭാഗം മറ്റൊരു വശത്തും. ഇത് കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആ സമയത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗം മേധാവി പോസ്റ്റ്മോർട്ടവും അതിൻ്റെ എല്ലാ പരിപാടികളും ശരിക്കറിയാവുന്ന ഡോക്ടർ ഷേളിവാസുവിനെ ഈ പോലീസ് ഓഫീസർ വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ആളുടെ തല വേർപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർക്ക് അന്ന് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അവരുടെ മുമ്പിലില്ല. ഷേളിവാസുവിൻ്റെ അവരന്ന് ആ പോലീസ് ഓഫീസറോട് നടത്തിയ ഒരു പരാമർശം, പുതിയ കയറും ആഴത്തിലേക്ക് വീഴലുമാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാന്ന്. പുതിയ കയർ, മൂർച്ചയുള്ള കയർ, ആഴത്തിലേക്ക് ചാടൽ, ഇതാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാ എന്നായിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ അവർ എഴുതുന്നുണ്ട്. ഞാനാ പറഞ്ഞ നിഗമനത്തെ സാധൂകരിച്ചു സദ്ദാം ഹുസൈനിന്റെ മരണം എന്ന്. ആണായി നിന്നു അദ്ദേഹം. അമേരിക്ക സംഘടിപ്പിച്ച പാവക്കോടതി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ആ സമയത്തെല്ലാം അമീറു ഇറാഖ്, ഞാനാണ് ഇറാഖിന്റെ അമീർ എന്നയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ മനുഷ്യനെ ക്രൂരമായി വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ തൂക്കിക്കൊല്ലുമ്പോൾ ആഴത്തിലേക്ക് വീഴുകയും പുതിയ കയറാകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തല വേർപ്പെട്ടു പോയി. അത് ഷേളിവാസു വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അന്നാ പറഞ്ഞ നിഗമനത്തെ സാധൂകരിച്ചു ഇത് എന്നും പറഞ്ഞിട്ട്. എല്ലാം കഴിഞ്ഞ് ആ നാട് പൂർണ്ണമായും ഇല്ലാതെയായി. 10 ലക്ഷത്തിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. ഈ ക്രൂരമായ സംഹാര താണ്ഡവമൊക്കെ കഴിഞ്ഞപ്പോൾ അന്നത്തെ വലിയ ബുഷായിരുന്ന ജോർജ് W. ബുഷ് പറഞ്ഞു, അവരുടെ കയ്യിൽ അങ്ങനത്തെ ആയുധങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് അതേക്കുറിച്ച് റിപ്പോർട്ടും അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാനത് ചെയ്തു? എന്നോട് കർത്താവ് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു എന്നായിരുന്നു. ഈ ക്രൂരതയുടെ പേരാണ് അമേരിക്ക. കർത്താവ് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു. ലോകത്തിന് ഭീഷണിയാകുന്ന ഏതൊക്കെയോ ആയുധം ചില രാജ്യങ്ങളുടെ കയ്യിലുണ്ടെന്ന് അങ്ങോട്ട് പറയാം. ആ ഒരൊറ്റ കാരണം മുന്നിൽ വെച്ച് ആ നാട് കുട്ടിച്ചോറാക്കുക. അന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, അമേരിക്ക പറഞ്ഞത് വിശ്വസിച്ചാണ് ഞങ്ങളൊപ്പം കൂടിയത് എന്ന്. ഒരു അന്വേഷണം ഒന്നും നടത്തണ്ടേ? അവർക്കൊന്നും ഇത് സംബന്ധമായി യാതൊരുവിധ അന്വേഷണം നടത്താനുള്ള സംവിധാനങ്ങളും ഇല്ലേ? സദ്ദാം എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, നിങ്ങളാ പറയുന്ന മാരകമായ ആയുധം എൻ്റെ കയ്യിലില്ല, എൻ്റെ ആയുധപ്പര തുറന്നു തരാം, നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന്. നീ പറഞ്ഞാൽ പറ്റൂല, നീ തുറന്നു ഞങ്ങൾ പരിശോധിച്ചാലും പറ്റൂല, ഞങ്ങളത് തച്ച് തകർക്കുമെന്ന ക്രൂരമായ തീരുമാനം എടുക്കുകയായിരുന്നു അന്ന് ലോക പോലീസുമാരാകുന്ന രാജ്യങ്ങളൊക്കെ ചെയ്തത്. സമാനം ഇറാനിലേക്ക് എത്തുന്നു.
നിങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല. എന്നാൽ ഞങ്ങൾ കരാറിൽ ഒപ്പിടാന്ന് പറയുമ്പോൾ കരാറിൽ ഒപ്പിടാനുള്ള സാവകാശമൊന്നും തരൂല. അതിൻ്റെ മുന്നേ ഞങ്ങൾ അടിച്ചിരിക്കുന്നു പറയാം. അഹങ്കാരത്തിൻ്റെയും നെകളിപ്പിൻ്റെയും മൂർധന്യതയിൽ നിന്ന് ഇസ്രായേൽ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഥ അറിയാതെ ചില ക്രൈസ്തവ സഹോദരന്മാരൊക്കെ ഇസ്രായേലിനെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. യഹോവയുടെ കരങ്ങളെപ്പറ്റി ബൈബിളിലൊക്കെ ഉള്ള കുറേ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണ് ഈ ക്രൈസ്തവരും ആരാണ് ഈ ജൂതന്മാരും? അവർ തമ്മിലുള്ള ചരിത്രത്തിലെ ബന്ധം എന്താണ്? ജൂതന്മാർ ഞങ്ങളെ ബൈബിളിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തെ പൊക്കി പിടിക്കുന്നു, ഞങ്ങളും അവരെന്നും പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ആളുകളാണ്, അവരെന്ത് വലിയ ഉഷാർ നടത്തിയാലും ഞങ്ങളതാണെന്ന് പറഞ്ഞ് പുളകം കൊള്ളുന്ന കാസക്കാരറിയണം, നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ ത്രിയേക ദൈവത്തിലെ പ്രധാനാണത്തമാകുന്ന യേശു ക്രിസ്തുവിനെ തൂക്കിക്കൊന്നവരാണിവർ, കുരിശ് തറച്ചു കൊന്നവരാണവർ. അന്നു മുതൽ ഇതുവരെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ ജൂതന്മാർ ക്രൈസ്തവരുടെ സഹായികളായി നിന്നിട്ടുണ്ടോ? ഇല്ല. ക്രൂരമായി പീഡിപ്പിച്ചിട്ടില്ലേ? ഓരോ നിമിഷത്തിലും ഉണ്ട്. നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് കാണിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് പിലോത്തോസിനെ സോപ്പിട്ട് അയാളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് കുരിശിൽ തറച്ചു കൊന്നവർ. എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം? അദ്ദേഹം ദൈവമാണെന്ന്, ദൈവത്വത്തിലെ ആണത്തമാണെന്ന്. യഹോവയും പരിശുദ്ധാത്മാവും കർത്താവാകുന്ന യേശുവും അടങ്ങുന്ന സംയുക്ത ദൈവത്തെ വിശ്വസിക്കുന്ന ക്രൈസ്തവർ. ദൈവത്വത്തിലെ പ്രധാന ആളത്തമാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ജൂതന്മാരെന്ത് പറയുന്നു? വ്യഭിചാരപുത്രൻ എന്ന്. വ്യഭിചാരപുത്രൻ എന്ന്. ഈ വ്യഭിചാരപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ജീവിതകാലത്ത് അവർ എത്രമേൽ അധ്വാനിച്ചു. അദ്ദേഹത്തിന്റെ പ്രബോധനം മുടക്കാൻ വേണ്ടി കല്ലെടുത്തെറിയുന്നില്ലേ? എന്റെ എന്ത് വീര്യപ്രവൃത്തി കണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയുന്നത് എന്ന് യേശു ചോദിക്കുന്നില്ലേ? യോഹന്നാൻ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിൽ എന്തായിരുന്നു ജൂതന്മാരുടെ മറുപടി? നിന്റെ വീര്യപ്രവൃത്തി കണ്ടിട്ടല്ല, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു, അതുകൊണ്ടാണ് എന്നാണ്. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ലേ? അദ്ദേഹം പല ഘട്ടങ്ങളിലും ദുഃഖിച്ച് കരയുന്നില്ലേ? അദ്ദേഹം പല തോട്ടങ്ങളിലും ഒളിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് പറയുന്നില്ലേ? ചരിത്രത്തിൽ ഇന്നോളം ഒരൊറ്റ സന്ദർഭത്തിൽ പോലും ജൂതന്മാരോടൊപ്പം നിൽക്കാത്തവർ ഈ ആധുനിക കാലത്ത് ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ വിശ്വാസികളെ, മുസ്ലിങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും തകർത്തില്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിൽ കാസക്കുഞ്ഞുങ്ങളൊക്കെ ഗംഭീരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ക്രൂരതയെ നീതി കൊണ്ടാണ് നേരിടേണ്ടത്.